എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജലജയും നവ്യയും കൂടി സംസാരിക്കുന്നതെല്ലാം ദേവയാനി കേൾക്കുന്നുണ്ട്. ദേവയാനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. നവ്യ പറയുവാണ് അബിക്ക് ജോലി ഇനി AN ജ്വല്ലറിയിൽ നവ്യ മേടിച്ചു കൊടുക്കും. അതുപോലെ ഇനി അവന് ഇവിടുത്തെ ഔദാര്യത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പം ജലജ പറയുന്നുണ്ട്, അത് തന്നെ ആദർശിൻ്റെയും അനിയുടെയും തലയ്ക്ക് മുകളിൽ വളരണം അബി. അതുപോലെ എൻ്റെ മകൻ ജയിലിൽ കിടന്നതുപോലെ തന്നെ ആദർശം കുറച്ചു കാലം ജയിലിൽ കിടക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പം ആകെ വിഷമിച്ച് കേട്ട് നിൽക്കാൻ കഴിയാതെ ദേവയാനി അകത്തേക്ക് പോയി കഴിയുമ്പം ജലജ പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ കർണത്തടിച്ചു അവൾ, ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് നോക്കി നിൽക്കില്ല എന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അന്നേരം അടിച്ചപ്പോൾ തന്നെ അമ്മയ്ക്ക് തിരിച്ചടിക്കാൻ മേലായിരുന്നോ എന്ന്. അന്നേരം ഇനി ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ് ജലജ റൂമിലേക്ക് ചെല്ലുന്ന ഉടനെ ദേവയാനി പുറകെ ചെല്ലും. എന്നിട്ട് ദേവയാനി ആ വാതിലടിച്ച് അങ്ങ് കുറ്റിയിടും. എന്നിട്ട് ജലജയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തിൻ്റെ സോക്കേടാടി, നീ എന്തിനാണ് എപ്പോഴും എൻ്റെ മകനെ ഇങ്ങനെ ശപിച്ചുകൊണ്ട് നടക്കുന്നത്, അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് ചോദിക്കുക. അന്നേരം ജലജ പറയുന്നുണ്ട്, വെറുതെ അനാവശ്യം പറയരുത്, ഞാൻ ആ രീതിയിലൊന്നും സംസാരിച്ചില്ല എന്ന്. അന്നേരം ദേവയാനി പറയും, നിൻ്റെ ഈ പുഴുത്ത നാക്കുകൊണ്ട് പറയുന്നത് മൊത്തം കേട്ടിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് ഇനിയും എന്നോട് കള്ളത്തരം പറയാൻ നിൽക്കരുത്. എൻ്റെ മകൻ എന്ത് തെറ്റാ ചെയ്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. നിൻ്റെ മകനെ പോലെ വിഷം നിറഞ്ഞ ഒരു ജന്തുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവനെപ്പോലെ ഒരുത്തനെ ഈ വീട്ടിൽ നിലനിർത്തുന്നത് തന്നെ വേറെ പല കാര്യങ്ങളും അതിലുള്ളത് കൊണ്ടാണ്, പലതും തുറന്നു പറയാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പം, ഓ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ ഏട്ടത്തിയുടെ മോൻ ഭയങ്കര ഹരിചന്ദ്രനായിരിക്കുമല്ലോ, അവനല്ലായിരുന്നോ ശരിക്കും അബിയേക്കാൾ മുന്നേ ജയിലിലാകേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, നിൻ്റെ മകൻ ജയിലിൽ കിടക്കേണ്ടവൻ തന്നെയാണ്. അതുകൊണ്ടാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തപ്പോഴും സ്വർണം മറച്ചു വിറ്റപ്പോഴും അവനെ ജയിലിലേക്ക് പോകുന്ന ഒരു അവസരം ഉണ്ടായപ്പോൾ പോലും ഇവിടെയുള്ളവർ തടയാണ്ടിരുന്നത്. അത് നിനക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കുക. അന്നേരം ജലജ പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ്റെ ദേഹത്ത് ചെളി പറ്റിയപ്പം അതിലേറെ ചീത്തയാണ് എൻ്റെ മകൻ എന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്. അതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും കാര്യമില്ല എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇപ്പം ഇവിടെ നിൽക്കുന്നത്, നിൻ്റെ മകൻ ഇവിടെ നിൽക്കുന്നത് നവ്യ ഇവിടെ ഉള്ളതുകൊണ്ടും നവ്യയുടെ ജീവിതം തകരുന്നത് നയനമോൾക്ക് വിഷമമാണ് എന്ന് അച്ഛൻ അറിയാവുന്നത് കൊണ്ടും മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങളെ രണ്ടെണ്ണത്തിനെയും പണ്ടേ ഇവിടുന്ന് അടിച്ചു പുറത്ത് കളഞ്ഞേനെ എന്നൊക്കെ ദേവേനി പറയുമ്പം ജലജ അത് സമ്മതിച്ചു കൊടുക്കുകയില്ല കേട്ടോ. അന്നേരം ദേവേനി പറയുന്നുണ്ട്, പല സത്യങ്ങളും ഇത്രയും കാലം പറയണ്ട എന്ന് കരുതി മറച്ചു വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു ഈ വീട്ടിലുള്ള പലരും. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല, നീ സത്യം അറിയണം. നിൻ്റെ മകനാടി ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം തകർത്തത് ആ ചന്തുമോളുടെ അച്ഛൻ അഭിയാണ് എന്ന് പറയുന്നതേയും ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിയാക്കി ചിരിക്കുക ജലജ. അന്നേരം നിൻ്റെ മകൻ ചെയ്ത ഒരു തെറ്റ് കേട്ടപ്പോൾ നിനക്ക് ചിരിയാണോ വരുന്നത് എന്ന് ചോദിക്കുമ്പം, പിന്നല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന നുണയൊക്കെ ഞാൻ വിശ്വസിക്കുമോ എന്ന് ചോദിക്കും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, നീ വിശ്വസിക്കേണ്ട, നിൻ്റെ മകൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുമല്ലോ, നീ അവനെ ഇങ്ങോട്ട് വിളിക്കുക. അവൻ എൻ്റെ മുമ്പിൽ വെച്ച് ഇതെല്ലാം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം തീരും നിൻ്റെയും നിൻ്റെ മകൻ്റെയും ഈ വീട്ടിലുള്ള ജീവിതം എന്ന് പറയുവാണ്. അന്നേരം ജലജ പറയുന്നുണ്ട്, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, നീയും നവ്യയും ഒക്കെ ആദർശിനെ സഹിതം ഇവിടെ കുറ്റപ്പെടുത്തുമ്പോൾ കളിയാക്കുമ്പോൾ അതെല്ലാം കേട്ട് നിൽക്കുമല്ലാതെ അഭി ഒരക്ഷരം പോലും മിണ്ടാറില്ലായിരുന്നു. ആദ്യമൊക്കെ അവൻ നിങ്ങളുടെ കൂടെ കൂടി ഞങ്ങളെ വിമർശിക്കാറുണ്ട്, ഇപ്പോൾ അവൻ നാവ് പൊക്കാറില്ല, തല പൊക്കാറില്ല, അവൻ അതെല്ലാം കേട്ട് മര്യാദയ്ക്ക് നിൽക്കാറേ ഉള്ളൂ. ഞങ്ങളെന്തേലും പറഞ്ഞാൽ പോലും അവൻ തിരിച്ച് പ്രതികരിക്കാറില്ല. അതെന്തുകൊണ്ടാണ് എന്ന് നീ ചോദിച്ചിട്ടില്ലേ? എന്നിട്ടും അവൻ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ നാവ് അനക്കുകയില്ല, അവൻ അനക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ഈ അനന്തപുരി തറവാട്ടിലുണ്ടാകുകയില്ല. എന്നിട്ട് നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, നീ നിൻ്റെ മകനെ വിളിച്ച് ചോദിക്കുക, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയുവാണ്. അന്നേരം കളിയാക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് ജലജയ്ക്ക് അത്ര വിശ്വാസമായിട്ടില്ല. പക്ഷെ ചെറിയൊരു സംശയം വരുന്നുണ്ട് അവസാനം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോരുന്ന ദേവേനി ഒന്ന് സംശയിച്ച് നിൽക്കും. എന്നിട്ട് തിരിച്ചു ചെല്ലും. എന്നിട്ട് പറയും, നീ എന്നതാ നേരത്തെ എന്നോട് പറഞ്ഞ് ഞാൻ നിന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ നീ എന്നെ തിരിച്ചു തല്ലുന്നോ? അത്രയ്ക്ക് നിനക്ക് ധൈര്യമുണ്ടോ? എനിക്ക് നീ തിരിച്ച് തള്ളടി എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം പിടിച്ച് തള്ളും. അന്നേരം നിങ്ങൾക്ക് എന്താ ഭ്രാന്തായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം കരണം തീർത്ത് ഒരെണ്ണം കൊടുക്കും, കറങ്ങി ബെഡേ വീഴും. എന്നിട്ട് പറയുന്നുണ്ട്,
നീ എന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ എന്ന് എനിക്കറിയാം. ഇനി നീ തല്ലാൻ പോയിട്ട് വായൊന്നും അനക്കത്തില്ല. ഞാൻ പറയുന്നത് കേട്ട് നീ ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കും. ഞാൻ പറയുന്നതനുസരിച്ച് നീ ജീവിക്കും. നിന്നെക്കൊണ്ട് അനുസരിപ്പിക്കാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി പുറത്തേക്ക് പോകുമ്പോൾ ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുവാണ് ജലജ. ഏതായാലും അടി കിട്ടിയ വേദനയിൽ ജലജ അന്നേരം തന്നെ അഭിയെ വിളിച്ചു. അഭി വണ്ടിയിൽ നിന്ന് വന്ന് ഇറങ്ങുന്നതേ ബാൽക്കണിയിൽ നിന്ന് ജലജ കാണുന്നുണ്ട്. കയറി വരാൻ പറയുന്നു. അഭിക്ക് ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട്. അഭി അകത്തേക്ക് കയറി വരുമ്പം കട്ടക്കലിപ്പിലിരിക്കുന്ന ദേവേനയും കാണുന്നുണ്ട്. എന്നിട്ട് ദേവേനയുടെ അടുത്ത് വന്നിട്ട് എന്താ അമ്മായി ഇവിടെ എന്തെങ്കിലും സംഭവം നടന്നോ എന്ന് ചോദിക്കുമ്പം സംഭവം നടന്നോ ഇല്ലയോ എന്ന് നീ നിൻ്റെ അമ്മയോട് പോയി ചോദിക്കുക. നിന്നെ കാണാൻ വേണ്ടി അവൾ കൊതിച്ചിരിക്കുവാണ് എന്ന് പറയുമ്പോൾ എന്താ അമ്മായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ നിൻ്റെ അമ്മയുടെ നാക്ക് അത്ര ശരിയല്ലാത്തത് കൊണ്ട് ഇനി പ്രശ്നങ്ങളുണ്ടാകും. ഏതായാലും നീ നിൻ്റെ അമ്മയോട് പോയി സംസാരിക്കുക. അവൾ നിന്നെ കാത്തിരിക്കുക എന്ന് പറയും. എന്നിട്ട് പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട് നീ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ നീയും നിൻ്റെ അമ്മയൊക്കെ വെറും പുറംപോക്കുകളാണ് ഈ വീട്ടിൽ നിന്ന്. പക്ഷേ അത് പറഞ്ഞ സമയത്തൊന്നും നീ അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഈ നിമിഷം തൊട്ട് നിങ്ങൾ ഈ വീട്ടിൽ വെറും പുറംപോക്കുകൾ മാത്രമാണ്. നവ്യ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടെ ഇപ്പം നിലനിന്ന് പോകുന്നത്. അവൾ ഈ സത്യങ്ങളൊക്കെ അറിയുന്ന നിമിഷം നീയും നിൻ്റെ അമ്മയും ഈ വീടിന് പുറത്താണ് എന്ന് പറഞ്ഞിട്ടാണ് അഭിയെ കയറ്റിവിടുന്നത്. അഭി റൂമിലോട്ട് ചെല്ലുമ്പോൾ ആകെ വിഷമത്തിൽ നിൽക്കുവാണ് ജലജ. അഭി റൂമിലോട്ട് കയറുന്നത് ഓടിപ്പോയി വാതിലടയ്ക്കും. എന്നിട്ട് അഭിയുടെ കോളറിന് കുത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് ചേർന്ന് നിർത്തും. കഴുത്തിന് പിടിച്ച് നിൽക്കും. അന്നേരം അഭി ആ കൈ തട്ടിക്കളഞ്ഞിട്ട് അമ്മ എന്നെ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ജലജ ചോദിക്കുവാണ് പറയടാ അവൾ എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവൾ അതൊക്കെ സത്യമാണോ എന്ന് എനിക്ക് അറിയണോ എന്ന് പറയുമ്പോൾ അമ്മായി എന്നതാ സംസാരിച്ചത് എന്ന് പറ എന്ന് പറയും. അന്നേരം ചോദിക്കുവാണ് പറയടാ ആ ചന്തു നീയും തമ്മിലുള്ള ബന്ധം എന്താണ്? ചന്തു നിൻ്റെ ജോലിയാണോ? നിൻ്റെ മകളാണോ അവൾ എന്നിങ്ങനെ ചോദിക്കുവാണ്. അന്നേക്കും അഭിക്ക് സംസാരിക്കാൻ വാക്കുകളില്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. പറയടാ ആ ആനഖയെ ചതിച്ചത് നീയാണോ? അവളിൽ നിനക്കുണ്ടായ കുഞ്ഞാണോ ചന്തുമോള്? നിനക്കെന്താ മറുപടി ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് അഭി. അന്നേരം ജലജ പറയുന്നുണ്ട് നിനക്ക് സംസാരിക്കാൻ വാക്കുകളില്ല, മറുപടിയില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതാണ് സത്യമെന്ന്. എങ്ങനെയാടാ നിനക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്? ഇതിനു മുമ്പ് നിനക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം നീ അതിവിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പോയി ഇങ്ങനെ പെട്ടത് എന്ന് ചോദിക്കുവാണ്. അന്നേരം അഭി പറയുന്നുണ്ട് അമ്മ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അവൾ അങ്ങ് ഗൾഫിലായിരുന്നു, ഇങ്ങോട്ട് വരത്തൊന്നുമില്ലായിരുന്നു. അതിനിടയ്ക്കാണ് അവൾക്കൊരു രോഗം പിടിപെട്ടത്. ആ സമയത്താണ് അവൾ തിരിച്ചു വന്ന് കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ ഒരു കളി കളിച്ചത്. അതിൻ്റെ അകത്ത് പെട്ടുപോയതാണ് എന്നിങ്ങനെ പറയുമ്പം എടാ എന്നാലും ഇങ്ങനൊരു അവസരം നീ ഉണ്ടാക്കി വെച്ചല്ലോ. നവ്യ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഈ കാര്യം പറഞ്ഞ് അവളെ ഇവിടുന്ന് ഓടിക്കായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ആ നിമിഷം നമ്മളെ രണ്ടുപേരെയും ഇവരിവിടുന്ന് അടിച്ച് പുറത്താക്കും. ഇനിയിപ്പം നമുക്കൊന്ന് പ്രതികരിക്കാൻ പോലും പറ്റിയില്ല. നമ്മൾ തളയ്ക്കപ്പെട്ടു പോയല്ലോടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമാണ് ജലജയ്ക്ക്. അന്നേരം അഭി പറയുന്നുണ്ട് ഇങ്ങനൊരു കാര്യത്തിൽ വന്ന് പെട്ടുപോയി, ഇനി എന്താ ചെയ്യുന്നത്? ഇതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് വീടിൻ്റെ അകത്ത് ബഹളമൊന്നും വെക്കരുത്, വഴക്കുണ്ടാക്കരുത് എന്ന്. ഇനി ആദർശേട്ടനെ അമ്മ കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യരുത്, അമ്മയൊന്ന് ഒതുങ്ങി ജീവിക്കണം എന്ന് പറയുമ്പം ജലജ ചോദിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഞാൻ അവനെ കുറ്റപ്പെടുത്തുന്നത്? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇനിയിപ്പം മിണ്ടാൻ പറ്റുമോ? അവൾ ആ ദേവയാനി പറയുന്നത് കേട്ട് അവളെ അടിമയെ പോലെ അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളെത്തി. ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനൊരു അവസ്ഥ ഇങ്ങനൊരവസ്ഥയിൽ നീ എന്നെ കൊണ്ട് എത്തിച്ചല്ലോടാ എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുവാണ് ജലജ. അമ്മയ്ക്ക് ചെറിയൊരു വിഷമം സൈഡിൽ കൂടെ വരുന്നുണ്ട്. പിന്നെ ഗൾഫിലെ രണ്ടുപേരെയാണ് കാണിക്കുന്നത്. അവരുടെ ഓഫീസിലെ ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ മൂർത്തി സാറിനെ വിളിച്ച് അറിയിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. അന്നേരം കൂടെയുള്ള ആൾ പറയുന്നുണ്ട് മൂർത്തി സാറിന് ഒരുപാട് പ്രായമായി അസുഖമൊക്കെ ഉള്ളതല്ലേ, നമ്മൾ വിളിച്ച് പറഞ്ഞാൽ ശരിയാകില്ല, അതുകൊണ്ട് നമുക്ക് ജയൻ സാറിനെ വിളിച്ച് പറയാം എന്ന് പറയുമ്പം കൂടെയുള്ള ആൾ പറയുന്നുണ്ട് മൂർത്തി സാറിന് ഇവിടെ ഒരുപാട് ഹോൾഡ് ഉള്ളതല്ലേ, അതുകൊണ്ട് അറിഞ്ഞു കഴിയുമ്പം എന്തെങ്കിലും തീരുമാനമെടുക്കും. ഏതായാലും കമ്പനി മൊത്തത്തിൽ ഉടച്ചു വാർക്കും. ഇനി നമുക്കൊക്കെ ഇവിടെ നിലനിൽപ്പുണ്ടോ എന്നറിയത്തില്ല എന്നൊക്കെ പറയുമ്പം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയ സ്ഥിതിക്ക് കമ്പനി എന്ത് ആക്ഷൻ എടുത്താലും നമ്മൾ അതിൻ്റെ കൂടെ നിന്നല്ലേ പറ്റുള്ളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നീട് ഈ വിവരം അറിയിക്കാൻ വേണ്ടി അഭിയുടെ കൂട്ടുകാരൻ വിളിക്കുക. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിൻ്റെ ചേട്ടൻ ഇവിടുത്തെ ജയിലിലാണ്, ഇനി നീ ആഘോഷം തുടങ്ങിക്കോ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അഭിക്ക് ഭയങ്കര സന്തോഷം. അഭി നേരെ അനാമികയുടെ വീട്ടിലോട്ട് ചെല്ലുവാണ്. അവരോട് ഈ കാര്യം പറഞ്ഞു കഴിയുമ്പം അവർക്കും ഭയങ്കര സന്തോഷം.
അന്നേരം വേണു പറയുന്നുണ്ട്, ഏതായാലും കാത്തിരുന്ന് നമ്മൾ ആഗ്രഹിച്ചൊരു വാർത്തയാണ് കിട്ടിയത്. ഇവിടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് അങ്ങ് ദുബായിൽ അവനെ ജയിലിലാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം എല്ലാവർക്കും. പിന്നെ ഈ വിവരം കൂടി അറിയുമ്പം നയനയുടെ വയറ്റിലെ കുഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ നന്ദുവിൻ്റെ കാലൊടിഞ്ഞു. മൊത്തത്തിൽ സന്തോഷ വാർത്തകൾ. അതെല്ലാം കേട്ട് ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും ആഘോഷിക്കുന്നു. അതിനിടയ്ക്ക് അഭി പറയുന്നുണ്ട്, അമ്മ ആകെ വിഷമത്തിലാണ്. എൻ്റെ ചില തരികിടകൾ അമ്മ അറിഞ്ഞു. അതുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മയെ ഈ വിവരം ഒന്ന് അറിയിക്കണം, എന്നിട്ട് അമ്മയെ ഒന്ന് സന്തോഷിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അബി അവിടെ നിന്ന് പോരുന്നത്. പോയി കഴിയുമ്പം അതിനിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ 14 ദിവസമല്ലേ ജയിലിൽ കിടന്നത്, അതിൻ്റെ 10 ഇരട്ടി ദിവസം ഞാൻ ആദർശിനെ അവിടെ ഗൾഫിൽ കിടത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് വേണു ചോദിക്കും, അവിടെ ആരാ ഇങ്ങനെ സഹായിക്കുന്നതെന്ന് ചോദിക്കുമ്പം അത് അങ്കിളിപ്പോൾ അറിയണ്ട, ഏതായാലും AN ജ്വല്ലറി ഇവിടെ തുടങ്ങിയില്ലേ, അവർ തന്നെയാണ് അങ്ങ് ഗൾഫിലും മൂർത്തി ജ്വല്ലറിയുടെ എതിരാളികൾ. ഇനി തൊട്ട് മൂർത്തി ജ്വല്ലറിയുടെ നാശമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും അഭി പോയി കഴിയുമ്പം വേണു അനാമികയോട് പറയുവാണ്, ഏതായാലും മോൾക്ക് സന്തോഷമായില്ലേ, മോൾക്ക് അനുഭവിക്കാൻ കഴിയാത്തതൊന്നും ഇനി ആ വീട്ടിലുള്ളവർക്ക് അനുഭവിക്കാൻ സാധിക്കില്ല, ഇനി അവരുടെ തകർച്ചയായിരിക്കും എന്ന് പറയുമ്പം ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.